afternoon all. Good afternoon all. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? പറ്റുന്നുണ്ട്. Good afternoon. Good afternoon. പ്രയർ പ്രിപ്പയർഡ് ആണ് ആരെങ്കിലും? അതെ, പ്രിപ്പയർഡ് ആണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞോ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. നിവാരണ തനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൽ വാൾമുനയേന്തി കടൽനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയ രക്തം ചിന്തി മിഴിനീർപ്പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യ ഔഷധിയായി താഥാ നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ. Good afternoon, ma'am. Sign in പറഞ്ഞോട്ടെ. പറഞ്ഞോ. Good afternoon all. My name is Rosemary. You're all welcome, respected teacher, to your class. I'm so happy to see you together. Here I hope the class will be great and successful. I hope you will all enjoying class. Have a good day. Thank you, ma'am. Thank you. Any thought of the day? Good afternoon, ma'am. ഞാനാണ് ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ. The true purpose of education is to turn a closed mind into an open one. എന്നുവെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നത് നമ്മുടെ അടഞ്ഞു കിടക്കുന്ന മനസ്സിനെ തുറന്ന ഒരു മനസ്സാക്കി മാറ്റുക എന്നതാണ്. ഇതാണ് ഇന്നത്തെ എന്റെ തോട്ട് ഓഫ് ദ ഡേ. താങ്ക് യു. Thank you and welcome to our new session. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടോ? പുതിയത് ഉണ്ട് മാഡം. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമ്മള് പുതിയ പോർഷൻസ് ഒന്നും എടുത്തിട്ടില്ല, പോർഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് അപർണ എന്നാണ്. ഓക്കെ. ഉണ്ട് മാഡം. ഓക്കെ. സോ നമുക്ക് പതുക്കെ എല്ലാവരെയും എന്ത് ചെയ്യാൻ പരിചയപ്പെടാനായിട്ട് സാധിക്കും. കാരണം ക്ലാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രെയർ ഒക്കെ പറയുമ്പോ മാം എന്റെ പേര് ഇന്നതാണ്, ഞാനാണ് ഇന്ന് പ്രെയർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രെയർ ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എല്ലാവരെയും പരിചയപ്പെടാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ. ഇനി വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്രസന്റ് ചെയ്യൂലേ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രെയറും സൈൻ ഇന്നും തോട്ട് ഓഫ് ദ ഡേ ഒക്കെ പറയുമ്പോ എന്ന് പറഞ്ഞവരൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അപ്പോ ഇനി പുതിയ കുട്ടികൾ ചെയ്യുമ്പോ അവരുടെ പേരും കൂടി പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് പറയട്ടെ. ഓക്കെ. അപ്പോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്നും പുതിയ സെഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ.
അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾക്ക്? ജസ്റ്റ് പറഞ്ഞു ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഹെഡിങ് മാത്രമായിട്ട് പറഞ്ഞു. ചൈൽഡ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. ആ മാം മാറിപ്പോയി. മാം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ആണോ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണോ പറഞ്ഞത്? അല്ല മാം, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ് പറഞ്ഞത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു. ഓക്കെ, ജിഷാമിസ് ആയിരിക്കും ഇവിടെ ചിലപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്. അല്ല, എന്താണ്? ആതിര മിസ് ആണ് പറഞ്ഞത്. കൺഫ്യൂഷൻ ആയി പോയല്ലേ? ഓക്കെ, നമ്മുടെ സൈക്കോളജി സബ്ജക്ട് നെയിം എന്താ? ഓക്കെ, ഞാൻ എടുക്കുന്ന കോമൺ സബ്ജക്ട്. ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച്. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 മിനിറ്റ്, ഞാൻ ഒന്ന് PDF ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. 1 മിനിറ്റ് കേട്ടോ, ഞാൻ PDF ഷെയർ ചെയ്യട്ടെ. നമ്മളെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ്, കുറച്ച് പ്രസന്റേഷൻ കുറച്ച് സ്ലോ ആവണ്ടേ. നമുക്കില്ലേ 4 പാർട്സ് ആയിട്ടാണത് നിങ്ങൾക്ക് മൊഡ്യൂൾ 1 എന്ന് പറയുന്ന സിലബസ് വരുന്നത്. മൊഡ്യൂൾ 1. മൊഡ്യൂൾ 2 നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇംഗ്ലീഷ് ആണ്. മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? മിസ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ദെൻ മൊഡ്യൂൾ 3 എന്ന് പറയുന്ന പ്രാക്ടിക്കൽ സെഷൻ ആണ്. നമുക്ക് പ്രാക്ടിക്കലി വരുന്നതാണ്. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് മൊഡ്യൂൾ 3 വരുന്നത്. മൊഡ്യൂൾ 1 ഞാൻ ഈ പറഞ്ഞ 4 പാർട്സ് വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് എന്ത് ലൈവ് ക്ലാസ്സുകൾ, ഓൺലൈനായിട്ട് ക്ലാസ്സുകളായിട്ട് പോകുന്നത്. സോ ഇതില് വരുമ്പോ മെയിൻ ആയിട്ട് പറഞ്ഞാല് ഇപ്പോ ചൈൽഡ് ഗ്രോത്ത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞങ്ങൾ 3 ടീച്ചർമാരാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ 3 ടീച്ചർമാർ എന്ന് പറയുമ്പോൾ അശ്വതി മിസ്, ഞാൻ, ജിഷ മിസ് ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റേഴ്സിന് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അപർണ മിസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ഉണ്ടോ? ലെക്ചർ നോട്ട്ബുക്ക് ഉണ്ടോ? യെസ് മാം. അപ്പൊ ലെക്ചർ നോട്ട്ബുക്കില് അപർണ മിസ്സിന്റെ ഒരു സെഷൻ ആയിട്ട് അപർണ മിസ്സിന്റെ ക്ലാസ് ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുക. അതിൽ ചാപ്റ്ററിന്റെ പേര് എഴുതുക. ദെൻ അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇതേപോലെ ഇപ്പൊ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആതിര മിസ് എടുത്തതാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തോന്നായിപ്പോയി. ഓക്കെ, മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് ലഭിച്ചേ അപർണ ദേവദാസ്. അപർണ മിസ്. അപർണ മിസ്. വോയിസ് ക്ലാരിറ്റി കുറവാണോ? ഫസ്റ്റ് വോയിസ് ക്ലാരിറ്റിയുടെ പ്രശ്നം എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വോയിസിന്റെ പ്രശ്നം മാറും. ഞാൻ ഇപ്പൊ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഓക്കെയാണോ? വോയിസ് ക്ലാരിറ്റി കുഴപ്പം ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണ്? വോയിസ് ക്ലിയർ ആണ്? മ്യൂട്ടിന്റെ പ്രശ്നമാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ വെച്ചാലേ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകളിൽ എന്താണോ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സ്വയം മ്യൂട്ട് ചെയ്യാം. അവർ മ്യൂട്ട് ആണോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതില് ആദ്യം എടുക്കുന്ന ചാപ്റ്റർ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഏജ് സബ്ജക്ട് നെയിം പറയാമോ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനില് യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് കാണുന്നുണ്ടോ നിങ്ങള്? ഇതാണ് ചാപ്റ്റർ എന്താണ് സബ്ജക്റ്റിന്റെ പേര്. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. എല്ലാവരും നോട്ട് ചെയ്തോ? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നുണ്ടല്ലേ? നമ്മുടെ ചൈൽഡ്ഹുഡ് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ടൈം പീരീഡ് ആണല്ലോ ചൈൽഡ്ഹുഡ്. ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട്. 1 മിനിറ്റ് കേട്ടോ, ഞാനേ PDF പേജ് നമ്പർ നോക്കാം. 1 മിനിറ്റ്.
നമ്മൾ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉള്ള ഒരു ടൈം പീരീഡ് ആണല്ലേ ചൈൽഡ്ഹുഡ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് ഈ കുട്ടിക്കാലത്താണ് കൂടുതലായിട്ട് നമുക്ക് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വന്നിട്ടുണ്ടാവില്ല നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇന്ന അസുഖം വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. ഇപ്പൊ മംസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ, മംസ്, റെഡ് ഐസ് ഒക്കെ നമുക്ക് കുട്ടിക്കാലത്തായിരിക്കും വന്നിരിക്കുന്നത് അല്ലേ. വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുള്ള 2 അസുഖങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. ചെറുതായിരുന്ന സമയത്ത് എനിക്ക് മംസും റെഡ് ഐസും ഓരോ വെക്കേഷൻ അനുസരിച്ച് വരും. ഫസ്റ്റ് വെക്കേഷൻ എനിക്ക് ആദ്യം വന്നത് റെഡ് ഐസ് ആയിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് വെക്കേഷൻ ആയിട്ട് വരുമ്പോ എന്റെ ഓർമ്മയില് വന്നത് മംസ് ആണ്. നമുക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിലും ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് പല ടൈപ്സ് ഓഫ് ഡിസീസസ് നമുക്ക് കുട്ടികൾക്ക് കോമൺലി അഫക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് കുട്ടികൾക്ക് മാത്രം കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള കാരണം? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് അല്ലെ. നമ്മളിപ്പോ കുഞ്ഞുമക്കളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ മേ ബി മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോകും ഇല്ലേ. കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരു പ്രാവശ്യമെങ്കിലും പീഡിയാട്രീഷ്യന്റെ അടുത്തൊക്കെ പോയി കുട്ടികൾ മരുന്നും ട്രീറ്റ്മെന്റ് വാങ്ങിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ട് അല്ലെ അസുഖങ്ങൾ വരില്ലേ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് അല്ലെ. കുഞ്ഞു കുട്ടികൾക്ക് എന്താണ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. സോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 0 to 6 months വരെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി അസുഖങ്ങൾ കുറവായിരിക്കും. 6 മാസം വരെ 0 to 6 years വരെ. കാരണം അവർക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മള് ബ്രസ്റ്റ് ഫീഡിങ് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അമ്മയുടെ ഇമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുട്ടികൾ കുറച്ചും കൂടി സറൗണ്ടിങ്സ് ആയിട്ട് ക്ലോസ് ആവാനായിട്ട് തുടങ്ങും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകും. അതേപോലെ കുട്ടി നേഴ്സറിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മുതലാണ് നമുക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വന്നു തുടങ്ങുന്നത് അല്ലെ. ക്ലാസ്സിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ ഉറപ്പാണ് ആ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും ആ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെക്കാൾ കൂടുതൽ എൻവിയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ആവുന്നത് ആരാണ്? കുട്ടികളാണ് അല്ലെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെക്കട്ടെ. നമ്മള് ചപ്പൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ ചെറുപ്പത്തിലല്ലേ നമ്മള് മണ്ണിലൂടെയൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ചപ്പൽസ് ഇടാണ്ട് നടക്കാറുണ്ടോ മണ്ണിലൂടെ? ഇല്ലാലോ, ഇടാണ്ട് നടക്കും. നമ്മളിപ്പോ നടക്കും, നമ്മൾ ഭയങ്കര ഹൈജീനാണ്, അപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ കുട്ടികൾ ഇപ്പോഴും നടക്കും അല്ലെ. പാദങ്ങള് ചപ്പൽസ് ഒന്നും വിയർ ചെയ്യാതെ നടക്കും അല്ലെ. മേബി അല്ലെ. കുട്ടികള് അവരെന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലാന്നേ ഉള്ളൂ കേട്ടാ, നമ്മൾ കാണുന്നില്ലാന്നേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ചെരുപ്പൊന്നും ഇടാണ്ട് ചപ്പൽസ് ഒന്നും ഇടാണ്ട് നമ്മളിപ്പോ കളിക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ ഷൂ ഒക്കെ സെറ്റ് ചെയ്ത് അവരെ ചപ്പൽസ് ഒക്കെ വിയർ ചെയ്താണ് വിടുന്നെങ്കിൽ അവർ മേ ബി ഗ്രൗണ്ടിലൊക്കെ ചെന്നതിന് ശേഷം ചപ്പൽസ് എവിടെയാണ് അവരെവിടെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനേ പറ്റില്ല. അപ്പൊ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചപ്പൽസ് ഒക്കെ പുറത്ത് എന്ത് ചെയ്ത് റിമൂവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത് പോകുന്നത്, കളിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ ഞാനീ പറയുന്നത് കുട്ടികൾ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് കുറെ എന്താണ് ഭയങ്കര ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് കുട്ടികൾ. സോ നമ്മുടെ എൻവയോൺമെന്റ് ഏറ്റവും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ നല്ല സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ടൈപ്പ് ഓഫ് അസുഖം വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലോ അല്ലെ മറ്റു കുട്ടികൾക്കോ ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഫീവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പ്രത്യേക ഫീവർ ജസ്റ്റ് ഒരു ഫാമിലി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അവർ സ്പ്രെഡ് ചെയ്യുന്നു. ടൊമാറ്റോ കുഞ്ഞു കുട്ടികൾക്ക് വന്നു അല്ലെ, ഏതാണ് തക്കാളിപ്പനി അല്ലെ. അപ്പോ അത് കുട്ടികളിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അത് ആൾക്ക് വന്നു കഴിഞ്ഞാല് ഫാമിലിയിലെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കും കൂടി അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും. അതെന്തുകൊണ്ടാ? അത് നമ്മുടെ എൻവയോൺമെന്റിലൂടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ ഈസിലി സ്പ്രെഡ് ആകും അല്ലെ. മറ്റു കുട്ടികളിലേക്ക് വരും, സ്പ്രെഡ് ആകും. അതിൽ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടീനെ ആയിരിക്കും അത് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. ആദ്യം ആ കുട്ടിക്കായിരിക്കും ഈ ഒരു അസുഖം വരുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ അല്ലെ. നമ്മുടെ ചുറ്റുപാടും അത്ര സേഫ് ഒന്നുമല്ല. അതുകൊണ്ടാണ് എല്ലാവരോടും നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ അത്ര അൺഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ എന്താണ് മാസ്ക് വെയർ ചെയ്യാൻ പറയും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നിങ്ങൾ മാസ്ക് വാങ്ങിക്കാറില്ലേ, യൂസ് ചെയ്യാറില്ലേ? ഉണ്ടോ?
വാങ്ങിക്കണോണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഫെസ്റ്റിവൽസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്ത് അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എനിക്കിപ്പോ തൊണ്ട ഇൻഫെക്ഷൻ ആണ്. അടുത്ത ദിവസം എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, സൗണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടറോട് കാണിച്ചു പറഞ്ഞു ഇൻഫെക്ഷൻ കൂടുകയാണെങ്കിൽ മേ ബി കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെഡിസിൻസ് കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത് എന്താ പറയാ, ഇങ്ങനെയാണ് ത്രോട്ട് ഇൻഫെക്ഷൻ വരാറുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ നമുക്ക് ഫീവർ ഒക്കെ വന്ന് മാറുമ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ വരും. നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എന്റെ കാര്യം വെച്ചാൽ ഞാൻ കുറച്ച് മുതിർന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് എന്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനായിട്ട് അറിയാം. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലല്ലോ, അവർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരും, ഇയർ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അത് അവരെ ബാഡ്ലി അഫക്ട് ചെയ്യും. ദേ ആർ ത്രെറ്റ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ അവരുടെ ഹ്യൂമൻ ഹെൽത്തിന് അതെന്താണ്, ഭീഷണിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. നമ്മളെ അമ്മമാര് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോ എല്ലാവരും പറയാറുണ്ട് അമ്മ ഓവർ കെയറിങ് ആണ്. കുഞ്ഞു മക്കളുടെ കേസിൽ അമ്മമാര് ഓവർ കെയറിങ് ആണ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്നോട് എന്റെ ഹസ്ബൻഡ് പറയുന്ന കാര്യം, നമുക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോകണം, ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയാം. ഹസ്ബൻഡ് പറയുന്നൊരു കാര്യം, ഞാൻ വലിയ ഓവർ കെയറിങ്. പക്ഷെ അതല്ല. കാരണം കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്ക് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞുമക്കളാണെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എന്താണ് പ്രിക്കോഷൻസ് എടുക്കണം. അതേപോലെ അമ്മമാർക്കായിരിക്കും കുട്ടികളുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ എന്റെ മോക്ക് വരികയെങ്കിൽ ഞാൻ നേരത്തെ കണ്ടെത്തും. ഇപ്പോ ചെറുതായിട്ടൊരു ചെറിയ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ജലദോഷമൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഹസ്ബൻഡിനോട് മാഷെ അവർക്ക് പനി വരുന്നുണ്ട് തോന്നുന്നു, ചുമയും ജലദോഷമൊക്കെ ഉണ്ട്, മേ ബി നാളത്തേക്ക് പനി ഫീവർ ആവുമെന്ന് തോന്നുന്നു എന്ന് പറയും. ഹസ്ബൻഡ് പറയും വിശ്വസിക്കില്ല, നീ വേറെ ഒന്നും കുറച്ച് തൊട്ടുപോയിട്ട് പറയും, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നിനക്കാണ് പ്രശ്നം, നീ വെറുതെ ആവശ്യമില്ലാണ്ട് ചിന്തിക്കാന്ന് പറയും. പക്ഷെ പിറ്റേ ദിവസം മേ ബി ഇതേപോലെ കറക്റ്റ് ആയിട്ട് പനി വരും. കാരണം എന്താണ്, അമ്മമാർക്കായിരിക്കും മക്കളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മക്കളുടെ ആ ഒരു ഹെൽത്ത് കാര്യങ്ങളായാലും അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർക്കാണ്, അമ്മമാർക്കാണ്. അപ്പോ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട്. കുട്ടികൾ കാണുന്നത് ശരിക്കും പറഞ്ഞാല് സെക്കൻഡ് മദറായിട്ടാണ്. നമ്മുടെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അമ്മ എന്ന് പറയുന്ന ആരാണ്, പ്രീ സ്കൂൾ ടീച്ചേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരാണ് സെക്കൻഡ് മദറാണ്. സോ നമ്മളുടെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനായിട്ട് ആർക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. എന്തെങ്കിലും ടൈപ്പ് ഓഫ് അസുഖങ്ങളാണെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനും അതിന് പ്രിക്കോഷൻസ് എടുക്കാനും ആർക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. ഇപ്പൊ ഒരു കുട്ടി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഫ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഫ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുക. അവനെ ഫുള്ളായിട്ട് ഒറ്റപ്പെടുത്താനല്ല, അവനോട് ഒന്ന് വിളിച്ച് മറ്റു കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി അവനൊന്ന് മാറ്റി നിർത്തിയിട്ട് പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം, ഈ കുട്ടി ഭയങ്കരമായിട്ട് കഫ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളോട് ഹോസ്പിറ്റലിൽ പോവാം. മിക്ക സ്കൂളുകളിലും അങ്ങനെ പോകാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇപ്പൊ കുട്ടി കഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. മേ ബി അവരോട് ക്ലിയർ ചെയ്യാൻ പറയാം. എല്ലാവർക്കും ഉണ്ടോ ഈ ഒരു പ്രശ്നം വോയിസിന്റെ? ഒന്നും കൂടി നോക്കട്ടെ ജസ്ന, വോയിസിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കാട്ടെ. ഉണ്ട്, വോയിസിന് ഉണ്ട് പ്രശ്നം. ഞാൻ കാര്യം ചോദിക്കട്ടെ, വോയിസ് കട്ടാവുന്നുണ്ട്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫാനും ഓഫ് ചെയ്തിട്ടുണ്ട്. ഫാനിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കി, ഞാൻ ക്ലാസ് എടുക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും എക്കോ ആണോ പ്രശ്നം? മറ്റു ക്ലാസ്സിൽ നിന്ന് എക്കോ വരുന്നു അങ്ങനെയാണോ, അല്ലെങ്കിൽ എന്റെ വോയിസ് തന്നെ ഡബിൾ ആയിട്ട് കേൾക്കുന്നു? എന്റെ വോയിസ് തന്നെയാണോ എക്കോ വരുന്നത്? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ശ്രമിച്ചു നോക്കാം കേട്ടോ.
ഇപ്പൊ ക്ലിയർ ആണോ? ഒന്ന് ഓക്കെ. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി എന്റെ ക്ലിനിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഡിസീസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മള് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കഫും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം, മറ്റു കുട്ടികൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. നമ്മൾ സ്റ്റാഫ് റൂമിലേക്കൊക്കെ മാറ്റി നിർത്താം. എന്നിട്ട് ആ ഒരു ഏരിയയിൽ, ആ ഒരു ക്ലാസ് റൂമിൽ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ജനലൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യും, എയർ സർക്കുലേഷൻ വരുമ്പോൾ മേ ബി ഇതിൽ വന്നിട്ടുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങളും എയറിലുള്ളത് പുറത്തേക്ക് പോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ എയർ ഒക്കെ ഭയങ്കര എന്താ പറയാ ശുദ്ധവായു എന്നൊക്കെ പറയും അല്ലെ. നമുക്കറിയാലോ കോവിഡ് വന്ന സമയത്ത് ഇത് ശുദ്ധവായു ഒന്നല്ല, അതിൽ ഇതുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. നമുക്കറിയാം അല്ലെ. കോവിഡ് ഒക്കെ വന്ന സമയത്താണ് നമ്മുടെ എയറിനെ പോലും നമ്മൾ ഡൗട്ട് അടിച്ചു തുടങ്ങിയത് അല്ലെ. ഓക്കെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് അപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോ നമ്മൾ ഫുൾ ആയിട്ട് എന്താ ചെയ്തത്, മാസ്ക് വെയർ ചെയ്തു. ടെസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എയറിൽ മേ ബി എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, മാസ്ക് ഒക്കെ വെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡിസീസ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടേജിയസും ഇൻഫെക്ഷൻ ഡിസീസും ആണ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് കോൺടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് എന്ത്, കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ഏതാണ്, നമ്മുടെ കോവിഡ് തന്നെ നമുക്ക് പറയാം അല്ലെ. കോവിഡ് ഒരു കണ്ടേജിയസ് ഡിസീസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് ഈസിലി സ്പ്രെഡ് ആവില്ലേ. ഇവിടെ വന്നവരൊക്കെ ഞാൻ ചോദിച്ചപ്പോ അന്ന് പറഞ്ഞല്ലോ ഇന്ന ആൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോവിഡ് ഇല്ലേ. ദെൻ ഇത് ഭയങ്കര ഇത് ജേംസിലെ കണ്ടേജിയസിന്റെ അസുഖത്തിന്റെ ജേംസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. നമുക്കറിയാലേ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മളുടെ എന്റെ ബോഡി നല്ല വീക്ക് ആയിരുന്നു അല്ലെ. നമുക്ക് ഡിഫറെന്റ് ഇപ്പൊ എന്താ പറയാ, നമ്മളെ ബോഡി ഫുൾ ആയിട്ട് വീക്ക് ആവുന്ന രീതിയിലായിരുന്നു, നമുക്ക് ക്രിട്ടിക്കലി ആക്കുന്ന ഒരു രീതിയിലായിരുന്നു ഒരു അസുഖം വന്നത്. നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവല് കുറഞ്ഞു പോകുന്നു, അതേപോലെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ സൈഡ് എഫക്ട്സും അത് വന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റിക്കവർ ആവാനായിട്ട് ഒരു 1 മന്തോളം നമുക്ക് എടുത്തു ഇല്ലേ. ഒരു അസുഖം വന്ന് മാറിയിട്ട് റിക്കവർ ആവാൻ കുറച്ചുകൂടി ടൈം എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടുണ്ടാവും, സ്മെല്ലും ടേസ്റ്റ് ഒക്കെ നഷ്ടപ്പെടും ഈ ഒരു അസുഖം വന്ന് മാറിക്കഴിഞ്ഞാലേ. ഈ സ്മെല്ലും ടേസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് റിക്കവർ ചെയ്തല്ല, റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നാളെടുത്തില്ലേ അല്ലെ. ആ സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഭയങ്കര കയ്പ്പ്, നമുക്കല്ല ജസ്റ്റ് ഒന്നിനും ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നില്ല അല്ലെ. നോർമലാണ്. അത് അങ്ങനെ ഒരു ഡിസീസ് ആണ് എന്ത്, കോവിഡ്. നമ്മൾ പറഞ്ഞത് കോവിഡ് ഒരു എക്സാമ്പിൾ ആണ് എന്ത്, കണ്ടേജിയസ് ഡിസീസിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോവിഡ് എന്ന് പറയുന്നത്. സൗണ്ട് പോസ്റ്റ് ഓക്കേടാ. ദെൻ അടുത്തതാണ് ഇൻഫെക്ഷൻ ഡിസീസ് കേട്ടോ. ഇൻഫെക്ഷൻ ഡിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന മെയിൻ മീഡിയം എന്ന് പറയുന്നത് ഫുഡ്, വാട്ടർ, എയർ. ഇതിലൂടെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആകുന്നത് കേട്ടോ. ഫുഡിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട് അല്ലെ. നമ്മൾ മേ ബി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരും. നമ്മളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നേ, നമ്മള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെങ്ങാനും എന്തെങ്കിലും ഫ്ലൈസ് ഉണ്ടല്ലോ, ഈച്ചയൊക്കെ വന്നിരുന്നിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ ആ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് വരും, ഇൻഫെക്ഷൻ ഡിസീസ് വരും. അതേപോലെ ഫുഡ് ഇൻഫെക്ഷൻ കേട്ടിട്ടുണ്ടോ? ഇത് കോമൺലി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ ഫുഡ് ഇൻഫെക്ഷൻ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മെയിൻലി നമ്മൾ കേൾക്കുന്നതാണ് ഫുഡ് ഇൻഫെക്ഷൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എന്റെ പരിചയത്തിൽ ഒരു കൊച്ച് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് മരണം സംഭവിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ്. ഫുഡിന്റെ പേര് ഞാൻ പറയാം. ആ ചേട്ടൻ മന്തി കഴിച്ചത്, എല്ലാവരും കഴിക്കില്ലേ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫുഡ്. ആ ഒരു ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഇത് കഴിച്ചു, ഷേക്ക് കുടിച്ചു. ചില ഫുഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉള്ള ഫുഡ് ഉണ്ടല്ലോ. ചില ഫുഡുകൾക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്ന ഫുഡ് ഉണ്ട്. ഇപ്പൊ നമ്മള്
നമ്മള് ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ ഒരു ചെമ്മീൻ ബിരിയാണി ലൈമും എല്ലാവർക്കും അങ്ങനെ വരില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്നത് നമുക്ക് വരണമെന്നില്ല. ചില ആൾക്കാരുടെ ബോഡിക്ക് അത് എന്താണ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്ന ഫുഡാണ്. അതേപോലെ ചെമ്മീൻ ബിരിയാണി ലൈമും നാരങ്ങ വെള്ളം, ഓക്കെ, നാരങ്ങ വെള്ളം അത് ആണോ? അത് ഈ മന്തിയില് നമ്മൾ ഈ മയണൈസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ മയണൈസ് ചില ടൈമിൽ അത് വില്ലനായിട്ട് അഫക്ട് ചെയ്യും. നമ്മുടെ ബോഡിയിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള കാരണം ഈ മയണൈസ് പ്രശ്നമാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികളുടെ കേസിൽ പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഈ ഹോട്ടലിൽ കിട്ടുന്ന ഭൂരിഭാഗം ഫുഡും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ലേ? നിങ്ങൾ എല്ലാവരെ കൊണ്ടും പറ്റും. അമ്മമാർക്ക് അറിയാത്തിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നോക്കി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ശ്രമിക്കണം കേട്ടോ. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും ഫുഡ് വേണം എന്ന് പറയുമ്പോൾ മാക്സിമം അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. ദെൻ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കില്ലേ? ഞങ്ങളുടെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ്. നമ്മള് വെള്ളയപ്പം ഉണ്ടല്ലോ, വെള്ളയപ്പത്തിന് പാക്കറ്റിൽ വാങ്ങിക്കും നമ്മൾ ഫുഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റന്റ് വെള്ളയപ്പം എന്ന് പറഞ്ഞിട്ട് കിട്ടും, ഒരു പൗഡറാണ്. അതും ഫുഡ് ഇൻഫെക്ഷന് കാരണമായിട്ട് കുട്ടിക്ക് വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വന്നില്ല. എന്റെ പരിചയത്തിലുള്ള ആളാണ്, നേരിട്ട് പരിചയമുള്ള ആളാണ്. ചില ഫുഡ് ഇൻഫെക്ഷൻ പോലെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭയങ്കര വയറുവേദനയും അതേപോലെ വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് വന്നിട്ട് കുട്ടി പെട്ടെന്ന് തന്നെ ഭയങ്കര വീക്കായി പോയി. അങ്ങനെയാണ് കുട്ടിയോട് അമ്മ പുറത്തേക്ക് പോയത്. അപ്പോഴാണ് പറഞ്ഞത് ഫുഡ് ഇൻഫെക്ഷൻ ആണ് കുട്ടിക്ക് വന്നിരിക്കുന്നത്. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ ഫുഡ് ഇൻഫെക്ഷൻ ആണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടി രാവിലെ കഴിച്ചത് വെള്ളയപ്പമാണ്, ഇൻസ്റ്റന്റ് വെള്ളയപ്പം എന്ന് പറയും. നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എന്താണ് 1 hour നമ്മള് 1 മണിക്കൂർ കൊണ്ട് നമ്മള് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഇൻസ്റ്റന്റ് വെള്ളയപ്പം എന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ കുട്ടിയുടെ അമ്മ വാങ്ങിച്ച പാക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എക്സ്പയറി ഡേറ്റിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ പറ്റിയതാണ്, അതും ഫുഡ് ഇൻഫെക്ഷൻ കാരണമേ. അതേപോലെ തന്നെ നമ്മള് പ്രോസസ്ഡ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. എന്റെ അഭിപ്രായത്തില് പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയാ, ഈ എന്ത് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഫാക്ടറി പോയി വരുമ്പോ അത് എന്തായിട്ട് മാറാണ്? പ്രോസസ്ഡ് ഫുഡായിട്ട് മാറാണ്. നമ്മള് ലേസ് ഇല്ലേ, ലേസ് കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്ത് മാജിക്കാന്ന് അറിയില്ല, ഞാൻ എത്ര എന്താ പറയാ ലേസിന്റെ ആ ഒരു കട്ടിങ്ങിന്റെ ബോർഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് അത് റോസ്റ്റ് ചെയ്ത് കൊടുത്താലും ലേസ് ആവുന്നില്ല. മക്കളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ്. അവർക്ക് ലേസ് വേണമെന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും? ആണോ, പ്രിൻസി കഴിച്ചിട്ടേ ഇല്ല മന്തി? വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ സ്വന്തമായിട്ട്? അങ്ങനെയും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ ഞാൻ ലേസ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കും. നമ്മളിത് പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ അതേപോലത്തെ കട്ടിങ് ഒക്കെ വെച്ചിട്ട് പക്ഷെ ഒരിക്കലും ആ ഒരു ടേസ്റ്റോ ഇതൊന്നും വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതിൽ മറ്റെന്തൊക്കെയോ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോ അത് ഫുഡാണോ? അല്ലല്ലോ, അത് പ്രൊഡക്റ്റ്, അവരൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അതും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. അപ്പൊ ഫുഡ് വഴി കുട്ടികൾക്ക് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യും. എയർ വഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറിലൂടെയും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ആവുന്നുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം എന്തെല്ലാമാണ് ഇൻഫെക്ഷൻ ഡിസീസ് എന്ന്. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഈ റീഡ് ചെയ്യണോ? ഓരോന്നായിട്ട് സെന്റൻസ് ബൈ സെന്റൻസ് വേണോ? ഓക്കെ ആണോ? റീഡ് ചെയ്യണ്ടല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? Then ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണോ കേട്ടോ, എല്ലാവരും പറയണേ. കുറച്ച് കുട്ടികൾക്ക് അറിഞ്ഞിട്ടുണ്ട്, റീഡ് ഇങ്ങനെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ.
എങ്ങാനും എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാലേ ഇപ്പൊ ഞാൻ ബ്രീഫ് ചെയ്താണല്ലോ പോയിട്ട്, ഇനി സെന്റൻസ് ബൈ സെന്റൻസ് റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. ചിലപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചില കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ അതൊന്ന് സെന്റൻസ് ബൈ റീഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ക്ലിയർ ആവാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ പറയുകയാണെങ്കിൽ ഞാൻ അതേപോലെ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം. നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ദെൻ ഫുഡ് ഐറ്റംസ് വഴി ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞേ. ഓക്കെ, നമ്മള് ഫുഡ് നിങ്ങൾ പുറത്ത് പോയിട്ടില്ലേ, എന്താ പറയാ, തട്ടുകടയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാറുണ്ടോ? തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കും. ഓക്കെ, നമ്മളിവിടെ ചെല്ലുമ്പോൾ ക്ലീൻനെസ് നോക്കാറുണ്ടോ? വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. വൃത്തിയുള്ളവർക്ക് മാത്രം ഇട കഴിക്കാറുള്ളൂ. ഓക്കെ, ചിലപ്പോ നമ്മൾ തിരിയൊക്കെ വിൽക്കുന്ന കട ഉണ്ടോ? തിരി മാത്രം വിൽക്കുന്ന കടകൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. ഈ തിരിയൊക്കെ വിൽക്കുന്ന ഒരു നോക്കുമ്പോ എന്താ മേ ബി അത് അത്ര ക്ലീൻ ആവാറില്ല. ഞാൻ കണ്ടിട്ടുള്ള കടകളാണ് കേട്ടോ. മേ ബി ഞാൻ മാക്സിമം പുറത്തേക്ക് പോയി കഴിഞ്ഞാല് എന്തെങ്കിലും ദാഹിക്കുകയാണെങ്കിൽ ഞാൻ മിനറൽ വാട്ടർ മാത്രമേ കുടിക്കാറുള്ളൂ. ഈ ഓപ്പൺ ആയിട്ട് വിൽക്കുന്ന ടീ സ്റ്റോളുകൾ എനിക്ക് അത്ര പ്രിഫർ ചെയ്യാറില്ല. അങ്ങനെ ഞാൻ ചായ കുടിക്കാറില്ല. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചായ കുടിക്കുക. വീട്ടിലേക്ക് ചായ കുടിക്കുമെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അതൊരു ചായക്കിനോട് അങ്ങനെ ചായ ആയാലും ജ്യൂസ് ആയാലും ഒന്നും കഴിക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മള് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കടകളാണ്. എന്റെ നാട്ടിലുള്ള കടകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോ ഈ ചില കടകളിൽ ചെല്ലുമ്പോൾ മേ ബി അവിടെ എന്താണ് ഈ പലഹാരങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിന് ചുറ്റും എങ്ങനെയാണ് ഈച്ചകൾ ഉണ്ടാവും. ഈച്ചകൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ഫുഡ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. മേ ബി ഈ ഈച്ച ഫ്ലൈസ് എവിടെയെങ്കിലും പോയിരുന്നിട്ട് എന്ത് വന്നായിരിക്കും ഈ ഫുഡിൽ വന്നിരിക്കുന്നത്. മേ ബി അതിലൂടെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമുക്കും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്ലൈസ് ഒക്കെ എന്താണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന മെയിൻ കാരിയർ ആണ്. ഫുഡിലൂടെ ഇൻഫെക്ഷൻസ് വരും. അപ്പൊ നമ്മൾ മാക്സിമം എന്താണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം. കുട്ടികൾക്ക് പുറത്തുനിന്ന് കൺസ്യൂം ചെയ്യേണ്ട ഒരു പ്രായമല്ല. കാരണം വീട്ടിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നർ വെക്കണം. അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യാനായിട്ട് സൂക്ഷിക്കാനായിട്ട്. തുറന്നു വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോ അപ്പോ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. നമ്മുടെ വീട്ടിൽ തുറന്നു വെക്കുമ്പോൾ ഈ ഈച്ചകൾ അല്ലെങ്കിൽ ഫ്ലൈസ് ഒക്കെ വന്ന് ഈ ഫുഡിനെ ഇൻഫെക്റ്റഡ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്ക് പ്രോസസ്ഡ് ഗുഡ്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. കാരണം ഈ ലേസിന്റെ കാര്യം തന്നെ ഞാൻ പറയാം കേട്ടോ. ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന പറഞ്ഞു. എന്റെ മോള് ഞാൻ അങ്ങനെ പുറത്തുനിന്ന് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ബട്ട് അതെ ഫസ്റ്റ് മൊഡ്യൂള് ജസീറ ഫസ്റ്റ് മൊഡ്യൂള് 1 പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ യൂണിറ്റ് 4 ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 4 പേജ് നമ്പർ 60. ഓക്കെ, അപ്പൊ എന്താണ് ഫുഡ് ഐറ്റംസ് പറഞ്ഞാല് ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് ലേസ് അങ്ങനെയുള്ള കുറെ ഫുഡ്സ് ഉണ്ട് അല്ലെ. പാക്കറ്റ് കിട്ടുന്ന ഫുഡുകൾ ഒത്തിരി ഉണ്ട്. എന്താണ് ചീസ് ബോള് അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട്. മാക്സിമം നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്സ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്കത് നിർത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ പതുക്കെ അതിന്റെ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. മാഗി എനിക്ക് തോന്നുന്നു മാഗിയിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ കുട്ടികളെ അഡിക്റ്റ് ആവുന്നില്ല അത്.
കുറെ നാൾ കഴിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് വിശക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയും അമ്മ എനിക്ക് മാഗി മതി എന്ന് പറയും. അഡിക്റ്റ് ആവുന്നുണ്ട് അല്ലേ? ആ എന്തുകൊണ്ടത്? അതിലെന്തോ ഒരു അഡിക്ഷൻ, അതിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെയോ ആഡ് ചെയ്യുന്നില്ലേ? ശരിക്കും നമ്മൾ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിച്ച് കൺസ്യൂം ഫാക്ടറി മസാല നമ്മൾ എന്ത് സാധനവും അതേപോലെ തന്നെ എന്താണ് ഫാക്ടറി പോയിട്ടാണ് വരുന്നതെങ്കിൽ അതെന്താണ് എനിക്ക് മാഗി ഇഷ്ടമല്ല. അതെന്താ സംഭവം എന്നറിയാമോ? ചെറുപ്പത്തില് ഞങ്ങൾക്ക് മാഗി കഴിച്ചിരുന്ന സമയത്തില്ലേ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് മാഗി ഒക്കെ കഴിക്കുമായിരുന്നു. അപ്പോ ആ ഒരു സമയത്താണ് ഇത് ബാൻ ചെയ്തു. ഇന്ത്യയില് മാഗി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ബാൻ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു ഇടയ്ക്ക് മാഗി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാൻ മാഗി കഴിക്കുന്നത് നിർത്തിയത്. ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിന്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് സബ്സ്റ്റൻസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ന്യൂസ് കണ്ടു. അതിനുശേഷം ഞാൻ മാഗി കഴിച്ചിട്ടില്ല. എനിക്ക് മാഗിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ നൂഡിൽസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് വീട്ടില്. നൂഡിൽസ് എന്ന് പറയുന്നത് സാധാരണക്ക് നൂഡിൽസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. മസാല അതാണ് പ്രശ്നം. ആ മസാലയിൽ എന്തോ ഉണ്ട്. നമ്മള് എത്ര പ്രിപ്പയർ ചെയ്താലും അതിന്റെ ടേസ്റ്റ് വരാറില്ല. അപ്പൊ നമ്മള് എന്താണ് മാക്സിമം ഇങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെന്താണ് ഈ ഫുഡ് കൊടുക്കുന്നവരോടുള്ള പ്രശ്നം എന്ന് വെച്ചാല്, എക്സാമ്പിൾ ആയിട്ട് എന്റെ മോളുടെ കേസ് പറയാം. അവൾക്ക് ലേസ് വാങ്ങിച്ചു കൊടുക്കുന്നു. അച്ഛനാണ് എന്റെ അച്ഛൻ എന്തെങ്കിലും ജോലിക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താണ് ഈ ലേസ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. 10 റുപ്പീസിന്റെ ലേസ് ആണ് എല്ലാ ദിവസവും വാങ്ങിച്ചു കൊടുക്കൂട്ടാം. അപ്പൊ വളരെ കുറച്ച് നാളത് കണ്ടിന്യൂസ്ലി നമ്മൾ ചിപ്സ് വൈകുന്നേരം നമ്മള് ചായ കുടിക്കുന്ന സമയത്ത് ചിപ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇത് ലേസ് വാങ്ങിച്ചു കൊടുക്കും. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് സമ്മതിക്കില്ല. ഒരു സ്നേഹം കൊണ്ട് ശരിയാണ്. ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് ഓക്കെയാണ്. പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയപ്പോ ആൾക്ക് ഒരു രാത്രി ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയറുവേദനയാണ്. അപ്പൊ ഞാൻ കുറെ നാളിങ്ങനെ ലേസ് കഴിക്കുന്നു. പിന്നെ വയറുവേദന വരുന്നു. പിന്നെ ചോറ് കഴിക്കും. ഫുഡില്ലേ നമ്മള് ഭക്ഷണം കൊടുക്കൂലേ അപ്പോഴൊന്നും അത് കഴിക്കുന്നില്ല. ഇതിനോട് ഭയങ്കര അഡിക്റ്റഡ്. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചത് എന്താണെന്ന് അറിയണം. എല്ലാ ദിവസവും രാത്രി വരുന്നുണ്ട്. ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു ഇങ്ങനെ ഫുഡുകൾ കഴിക്കുമെന്ന് ചോദിച്ചു. അല്ല ആദ്യം ചോദിച്ചത് മാഗി നൂഡിൽസ് കഴിക്കാറുണ്ടോ ചോദിച്ചു. പറഞ്ഞ ഇല്ല, നൂഡിൽസ് ഇതേ കഴിക്കാറില്ല. പിന്നെ എന്താണ് ഇത് ചോദിച്ചു, സോസ് ഉണ്ടല്ലോ, സോസ് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലേ അത് കഴിക്കാറുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മള് പണ്ട് നമ്മളൊക്കെ എന്തായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുള്ള സാമ്പാറും ദോശയും ഇഡ്ഡലിയും സാമ്പാറും അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ കഴിക്കുന്നത്? ഇഡ്ഡലിയും സോസും ചപ്പാത്തി സോസും എന്താണ് ദോശയും സോസും അങ്ങനെയല്ലേ ഇത്. അപ്പോ അങ്ങനെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സോസ് അത്യാവശ്യം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ലേസ് ഒക്കെ കൊടുക്കാറുണ്ട് കുട്ടിക്ക് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചപ്പോ അച്ഛൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മേ ബി ഇങ്ങനെയുള്ള ഫുഡുകൾ കംപ്ലീറ്റ്ലി കുട്ടിയുടെ ഡയറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. നോർമലി നിങ്ങൾ എന്താണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത് ആ ഫുഡുകൾ മാത്രമാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. കേടാ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പ്രോസസ്ഡ് ഫുഡ് മാക്സിമം എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം വീട്ടില് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അച്ഛനായാലും ഞങ്ങളായാലും കുട്ടികൾക്ക് പ്രോസസ്ഡ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് നിർത്തി. ഒരു 3.5 years ഉള്ളപ്പോഴാണ് നോക്കിയ ഒരു പ്രശ്നം വരുന്നത്. സ്കാനൊക്കെ ചെയ്ത് നോക്കി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ പറയുമല്ലോ പ്രിക്യൂഷൻ എടുക്കണം എന്താണ്. അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടുതൽ ടെൻഷൻ അടിച്ചെങ്കിലും ആൾക്ക് ഓക്കെയാണ്. ഞാനിപ്പോ പ്രോസസ്ഡ് ഫുഡ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല നമുക്ക്. അതുകൊണ്ട് ഫുഡ് ആ ഒരു പ്രശ്നം സ്റ്റൊമക്ക് കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം. പിന്നില്ലേ ഇൻസ്റ്റന്റ് ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടൂലേ, അത് കൊടുക്കാറുണ്ടോ?
കൊടുക്കാറുണ്ടോ? പക്ഷെ അത് ചെറുതായിട്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്, എല്ലാവർക്കും അല്ല. ചില കുട്ടികളിൽ അങ്ങനെ പ്രോസസ് അത് ചപ്പാത്തി ഇൻസ്റ്റന്റ് ചപ്പാത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫുഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. മാക്സിമം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളൂ. ഇപ്പൊ ചപ്പാത്തി പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. രാവിലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ നമുക്ക് തലേന്ന് അത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ രാവിലെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ചപ്പാത്തി പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെ? ഇപ്പോഴത്തെ അതിന് വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആണോ? ചപ്പാത്തി മേക്കർ ഉണ്ട്. അപ്പൊ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാനുള്ളൂ. ദെൻ ഫുഡ് ഐറ്റംസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആണല്ലേ? അതാണ് ഒരു പ്രശ്നം. സോ എന്താണ്, ബേക്കിംഗ് സോഡയുടെ അളവ് കൂടുതലാണ്. നമ്മള് എന്തിനാ ചപ്പാത്തിക്ക് ഭയങ്കരമായിട്ട് ബേക്കിംഗ് സോഡയുടെ ഒരു കൂടുതലാണ്, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് കുട്ടികൾക്ക് നമുക്ക് അത്ര നല്ലതല്ല. ചില ഇതിലുണ്ട്, നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്ന ചപ്പാത്തി ഇങ്ങനെ പഫ് പോലെ ഇങ്ങനെ പൊന്തി വരും. ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ പൊന്തി വരാറില്ല, അധികം പൊന്തി വരാറില്ല. പക്ഷെ ഈ ചപ്പാത്തി നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചപ്പാത്തിന്റെ പഫ് പോലെ ഇങ്ങനെ പൊന്തിക്ക് വരും, എല്ലാ ചപ്പാത്തിയും. അപ്പൊ അത് അതൊക്കെ എന്താണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ തന്നെയാണ്. അപ്പോ അവര് അതിലെല്ലാം നമ്മള് ചില ചപ്പാത്തികൾ പൊന്തി ഇതിലെല്ലാരും അങ്ങനെ തന്നെ വരും. പിന്നെന്താണ്, കുറച്ച് വരും. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയുള്ള ഫുഡുകൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഫുഡ് ഐറ്റംസ് മനസ്സിലായോ? എയർ ആണ് കേട്ടോ. മറ്റൊരു മീഡിയമാണ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യാവുന്ന മറ്റൊരു മീഡിയമാണ് ഇത് എയർ എന്ന് പറയുന്നത് അല്ലെ? എയറിലൂടെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഡിസീസും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ, നമ്മള് ഒരു വ്യക്തി കഫും സീസും ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജെംസ് എങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോ അത് ഈ ഇൻഫെക്ഷൻ എയർ ക്യാരി ചെയ്യും. എന്നിട്ട് ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറവുള്ള വ്യക്തികൾ, ഇമ്മ്യൂണിറ്റി കുറവാർക്കാണ്, പ്രായമായവർക്കും പിന്നെ ആർക്കാണ് ഇമ്മ്യൂണിറ്റി കുറവ്, കുഞ്ഞു മക്കൾക്കാണ് ഇമ്മ്യൂണിറ്റി പവർ കുറവ് അല്ലെ? ഏജ്ഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികൾക്കും അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുമാണ് എന്ത് ഇമ്മ്യൂണിറ്റി പവർ കുറവ്. സോ അങ്ങനെ വരുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആളുടെ ബോഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും ആ ഒരു വ്യക്തിനെ ആ ഒരു അസുഖം അറ്റാക്ക് ചെയ്യാനും കാരണമാകും. സോ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? കഫ് സ്പ്രെഡ് ചെയ്യും, കോൾഡ് സ്പ്രെഡ് ചെയ്യും, മീസിൽസ് സ്പ്രെഡ് ചെയ്യും. ഇവിടെ കഫ് കോൾഡ് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കോമയുണ്ട് കേട്ടോ, അത് വിട്ടുപോയിരിക്കുന്നുണ്ട് ടെസ്റ്റില്. കഫ് കോൾഡ് മീസിൽസ്. മീസിൽസ് എന്താ കേട്ടിട്ടുണ്ടോ? മീസിൽസ് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ മലയാളത്തിലെ പേര് പറയാം. അഞ്ചാമ്പനി. അഞ്ചാമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? കുട്ടികളിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ്. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസോ, TB കേട്ടിട്ടില്ലേ? ഇതെല്ലാമാണ് മെയിൻലി എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ. അപ്പോ നമുക്കറിയാം അല്ലെ? ഓക്കെ, മലയാളത്തിൽ ഷെയർ എന്ന് പറയൂ കേട്ടോ. അപ്പോ ഈ അസുഖങ്ങളൊക്കെ എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? എയറിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ കോവിഡിന്റെ സമയത്തെ നമുക്ക് അസുഖങ്ങൾ കുറവായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡിന്റെ ടൈമിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊന്ന് ആലോചിച്ചപ്പോ ഒന്നിലേക്ക് കോവിഡ് ആയിരിക്കാൻ വന്നെന്ന് അറിയിക്കണേ, അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് മാസത്തിൽ അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒരു ചുമയും ചെറിയ കഫും കോൾഡൊക്കെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ അസുഖങ്ങളൊന്നും വന്നില്ലല്ലോ.
എനിക്ക് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയാമോ, നമ്മൾ ആ സമയത്ത് മാസ്ക് നല്ല രീതിയിൽ എവിടെ പോകുമ്പോഴായാലും പുറത്ത് പോകുമ്പോഴായാലും എന്ത് വിയർ ചെയ്യുമായിരുന്നു, മാസ്ക് വിയർ ചെയ്യായിരുന്നു അല്ലെ. ഈ മാസ്ക് നമ്മളെ ഈ എന്താ പറയാ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഒരു പൊല്യൂഷനിൽ നിന്ന്, എയർ പൊല്യൂഷനിൽ നിന്ന് ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് മാസ്ക്. ഇനി എന്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. അച്ഛന് എന്റെ ചെറുപ്പം മുതലേ അച്ഛന് ആസ്മയുടെ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. ആസ്മയുടെ മെഡിസിൻസും കാര്യങ്ങളും കഴിക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ. അപ്പൊ ഈ കോവിഡ് വരുന്നവരെയും അച്ഛന് ആസ്മയുടെ പ്രോബ്ലംസ് ഒരു നമ്മള് കോവിഡ് സീസൺ ആവൂലേ, തണുപ്പുള്ള ടൈം, ഇപ്പൊ മഴക്കാലം അതേപോലെ മഞ്ഞുകാലം ഒക്കെ ആകുമ്പോൾ മഞ്ഞൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് ക്ലൈമറ്റിനനുസരിച്ചാണ് ആസ്മയും ക്ലൈമറ്റ് റിലേറ്റഡ് ആണ്. അപ്പൊ മഞ്ഞൊക്കെ വരുമ്പോഴേക്കും അച്ഛന് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സീസൺ വന്നപ്പോ അച്ഛന് ആസ്മയുടെ പ്രോബ്ലം കുറവായിരുന്നു, ശ്വാസമുട്ടും കാര്യങ്ങളും കുറവായിരുന്നു. അപ്പൊ അച്ഛൻ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചു, ഇതിപ്പോ എന്തിങ്ങനെ ഇപ്പൊ എനിക്ക് കുറവാണ്, അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ എപ്പോഴും മാസ്ക് നമ്മൾ വെയർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പണ്ട് എന്തോരം ടെസ്റ്റ് ഉള്ളിലേക്ക് പോകുന്നു അത്രയും ടെസ്റ്റ് ഒന്നും നമുക്ക് പോകുന്നില്ല ഉള്ളിലേക്ക്. അതുകൊണ്ടാണ് ഈ ഒരു അസുഖം മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ആദ്യം കഴിച്ചിരുന്ന ഡോസിനേക്കാൾ വളരെ കുറവ്, ഒരു 4 ഭാഗം മാത്രമാണ് ഇപ്പൊ കഴിയുന്നത്. ആദ്യം ഫുൾ ഡോസ് കഴിച്ചിരുന്നോടത്ത് 4 ഭാഗം, ഒരു ഒറ്റ മെഡിസിൻ മാത്രമായിട്ടൊക്കെ ചുരുക്കാനായിട്ട് സാധിച്ചു. അപ്പോ അത് കഴിഞ്ഞ് കോവിഡ് മാറിയിട്ട് നമ്മൾ മാസ്ക് എടുത്തു. അച്ഛൻ എന്ത് ചെയ്തു, മാസ്ക് മാറ്റി നോർമൽ ലൈഫിലേക്ക് വന്നു. എല്ലാവരോടും മാസ്ക് ഒന്നും വെയർ ചെയ്യേണ്ട സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, മാസ്ക് ഒന്നും വേണ്ട, നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ ഒക്കെ വന്നപ്പോ അച്ഛന് മാസ്ക് മാറ്റി. പക്ഷെ അച്ഛന് മാസ്ക് മാറ്റിയതിനു ശേഷം വീണ്ടും ഈ ഒരു അസുഖം വന്നു. അപ്പൊ അച്ഛന് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, ഒന്നില്ലെങ്കിൽ മെഡിസിൻസ് ആയിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ മെഡിസിൻസ് കഴിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ആ ഒരു മാസ്ക് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസുഖത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം ഇപ്പൊ എന്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു എന്താ പറയാ 6 വർഷം മുമ്പൊക്കെ ഈ ഒരു സീസണിലും ഏത് ക്ലൈമറ്റിന്റെ ചേഞ്ച് അനുസരിച്ച് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതാണ്. നമ്മളെപ്പോഴും അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അച്ഛൻ ഇൻഹേലറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരു 6 വർഷമായിട്ട്, എനിക്ക് പറയുന്നത് 5 വർഷമായിട്ട് അച്ഛനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻഹേലർ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം എന്താണ്, ഇപ്പോഴും അച്ഛൻ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത്രയും ടെസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ എയറൊക്കെ നല്ല ക്ലിയർ ആണ്, പക്ഷെ ഒരുപാട് ടെസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ടെസ്റ്റും ജേംസും ഒക്കെ എവിടെയുണ്ട്, ഈ അറ്റ്മോസ്ഫിയറിലുണ്ട്. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആവുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ട് മാസ്ക് വെയർ ചെയ്യുമ്പോഴാണ്. എപ്പോഴും നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നതല്ല പറയുന്നത്, ഇങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എയറിൽ എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ ഉള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ മാസ്ക് വെയർ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ കുഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മളൊരു ഫെസ്റ്റിവലിനൊക്കെ പോവാറുണ്ട് അല്ലെ, ആ ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സമയത്ത് എന്താണ് മാസ്ക് വെയർ ചെയ്യുന്നത് നല്ലതാണ്. കുഞ്ഞുകുട്ടികൾ മാത്രമല്ല, നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ മാസ്ക് ഒക്കെ വെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരും, ശ്രദ്ധിക്കണം. അപ്പോ നമ്മൾ മാസ്ക് ഒക്കെ വെയർ ചെയ്യാം. കാരണം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ പോകില്ലേ, ആ സമയത്ത് തന്നെ ഭയങ്കര ഡസ്റ്റ് ആയിരിക്കും അവിടെ ഇങ്ങനെ വരുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. അതുകൊണ്ട് മാസ്ക് വെയർ ചെയ്യണം. അതേപോലെ ഞങ്ങളുടെ നാട്ടില് NH നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോ. അപ്പൊ എന്താണ്, ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോ ഭയങ്കര ഡസ്റ്റ് ആണ്. ഭയങ്കര ഡസ്റ്റ് ആണ്. അപ്പൊ ഇത് ഭയങ്കര നമുക്ക് എന്താ പറയാ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരാനായിട്ട് കാരണമാണ്. അപ്പൊ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴും മാസ്ക് വെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ടെസ്റ്റ് ഉള്ള ഏരിയയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാസ്ക് വെയർ ചെയ്യാം. സപ്പോസ് നമ്മുടെ കയ്യിൽ മാസ്ക് ഇല്ല എന്ന് വിചാരിക്കും, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, നമ്മള് ഒരു കർച്ചീഫ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നോസും മൗത്തും എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ കർച്ചീഫ് യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും ആ ഡസ്റ്റിൽ നിന്നൊക്കെ.
അതൊരു പരിധിവരെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. ഇനിയിപ്പോ നമ്മുടെ കുഞ്ഞുമക്കളാണ്, അവർക്ക് വയ്യാഴിക വന്നിട്ടുണ്ട്, ഇപ്പൊ കഫോ കോൾഡോ ആണെങ്കിൽ അവര് സ്കൂളിൽ വിടുന്ന സമയത്ത് അസുഖങ്ങൾ മാറിയിട്ട്, നമ്മൾ പൂർണ്ണമായിട്ട് കുട്ടിക്ക് അസുഖം മാറിയിട്ടായിരിക്കും വിടുന്നത്. എന്നാലും ഒരു 2 ദിവസത്തേക്കെങ്കിലും മാസ്കും കൂടി ഒന്ന് കൊടുത്തു വിടുന്നത് നല്ലതായിരിക്കും. മാസ്ക് വിയർ ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. കാരണം അവനിലൂടെ മറ്റാർക്കും വരണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ നമ്മളായാലും നമ്മൾക്ക് ചെറിയ കഫും കോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കാം. ഇനി അപ്പോ നമ്മള് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇനി അസുഖങ്ങൾ വരാതിരിക്കാം. വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ എങ്ങാനും ഷോപ്പിംഗ് അങ്ങനെ ഇൻഫെക്ഷൻ വരാണെങ്കിൽ നമ്മൾ ഈ മാസ്ക് വെയർ ചെയ്യാൻ, കുഞ്ഞു കുട്ടികളാണ്, അവരെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിലൂടെ അവർക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. സോ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് മാസ്ക് വെയർ ചെയ്യണം. ആണല്ലേ? അത് ഇങ്ങനെ പൊടിക്ക് ഒരുപാട് നാളിങ്ങനെ എന്ത് ചെയ്യുന്നതിലൂടെ, ശ്വസിക്കുന്നതിലൂടെ ആസ്മയൊക്കെ വരും. അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം കേട്ടോ. എയർ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. നമ്മൾ നേരത്തെ ഫ്ലൈസിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഫ്ലൈസിലൂടെ ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫ്ലൈസ് കൂടാതെ ഒരുപാട് അനിമൽസ് ക്രീച്ചേഴ്സ് എന്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ്? മോസ്കിറ്റോസ് മെയിൻ ആയിട്ടുള്ള വില്ലൻ മോസ്കിറ്റോസ് ആണ്. മോസ്കിറ്റോസിലൂടെ ഇൻഫെക്ഷൻ, നമ്മളെ മോസ്കിറ്റോസ് വന്ന് ബീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരില്ലേ? എന്തൊക്കെയാണ് അല്ലെ? ഞാൻ പറയാം. മലേറിയ വരും, ചിക്കൻ ഗുനിയ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ മോസ്കിറ്റോസിന്റെ മാത്രം അസുഖങ്ങൾ പറയാം കേട്ടോ. ചിക്കൻ ഗുനിയ, മലേറിയ, പിന്നെയുണ്ട് ഡെങ്കി. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ ആര് തന്നെ സ്പ്രെഡ് ചെയ്യുന്നതാ? ഈ മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്നതാ. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ മോസ്കിറ്റോസിന്റെ ഒക്കെ ബൈറ്റ്സ് കൂടുതലാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് ഈ മോസ്കിറ്റോസിന്റെ ബൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഡോണമസ് എന്ന് പറയുന്ന ഒരു ക്രീം കിട്ടുമല്ലോ, വാങ്ങിക്കാറുണ്ടോ നിങ്ങള്? മോസ്കിറ്റോസ് ഒന്ന് ബൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനെ ചെയ്യണം. അത് നമ്മുടെ കുട്ടികൾക്ക് രാത്രി മെയിൻ ആയിട്ടുള്ള ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ മോസ്കിറ്റോസ് അറ്റാക്ക് വരുന്നത്. ആ സമയത്ത് നല്ല രീതിയിൽ ബോഡിയിൽ എന്ത് ചെയ്യാം, പുരട്ടി കൊടുക്കുക. അതേപോലെ പിറ്റേ രാവിലെ ഈ ഒരു 6 മണി ടൈമിലാണ് ഈ മോസ്കിറ്റോസിന്റെ അറ്റാക്ക്. ആ ടൈമിൽ നല്ല രീതിയിൽ അവർക്ക് പുരട്ടി കൊടുക്കുക. അപ്പൊ ഒരു പരിധി വരെ മോസ്കിറ്റോസിന്റെ ആടമത്ത്. ഓക്കെ, അപ്പൊ മോസ്കിറ്റോസിന്റെ അറ്റാക്ക് കുറവായിരിക്കും. നമ്മുടെ കുട്ടികളെ മോസ്കിറ്റോസ് അറ്റാക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. ദെൻ ഇനി അതർ ക്രീച്ചേഴ്സിൽ ഏതൊക്കെയാണ്? പെറ്റ് ഡോഗ്സ്. നമ്മള് വളർത്തുന്ന മൃഗങ്ങളായാലും എന്തുവരും, നമുക്ക് മേ ബി അസുഖങ്ങൾ വരും അല്ലെ? പിന്നെ ഫാം അനിമൽസിലൂടെ വരും, പക്ഷിപ്പനി, ദെൻ എന്താണ് ഡിഫറെന്റ് അനിമൽസിലൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിപ്പ എന്ന് കേട്ടിട്ടുള്ള അസുഖം അല്ലേ? റാറ്റ്, അതെ, റാറ്റിലൂടെയും വരും. റാറ്റ് ഡിഫറെന്റ്. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽസിലൂടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ അനിമൽസ് ഒക്കെ ആയിട്ട് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് പ്ലേഗ് വരും. പ്ലേഗ് വരുന്നുണ്ട്, റാറ്റ്. അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരും. ബേസ്ഡ് ഓൺ നമ്മള് ഫ്ലൈസ്, മോസ്കിറ്റോസ്, അതർ ഇൻസെക്ട്സ് ലൈക്ക് ഏതൊക്കെയാണ്? പെറ്റ് ഡോഗ്സ്, ഫാം അനിമൽസ്, ബേർഡ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു എക്സാമ്പിൾ തെറ്റാണ്. ഒരു എക്സാമ്പിള് തെറ്റാണ്. അതൊന്ന് കട്ട് ചെയ്താൽ കളയോ? എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്ന ടൈഫോയിഡ് ഉണ്ടോ? ടൈഫോയിഡ് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖമല്ല. അപ്പൊ ടൈഫോയിഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് ടൈഫോയിഡ്. അതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. വെള്ളത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ടൈഫോയിഡ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി.
കട്ട് ചെയ്തല്ലോ. ഫിലാനസിസ്, മലേറിയ, പ്ലേഗ്, കോളറ, ട്രെഞ്ച് ഫീവർ. എന്താ ഫിലാനസിസ്? മന്ത് എന്ന് പറഞ്ഞില്ലേ നേരത്തെ ആള്, മന്താണ് ട്ടാ. മലേറിയ മോസ്കിറ്റോസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. പ്ലേഗ്, റാറ്റ്സ്, കോളറ അനിമൽസ് ഫ്ലൈസിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഈ ട്രെഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു മിനിറ്റ്, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, 1 മിനിറ്റ്. ട്രെഞ്ച് ഫീവർ കേട്ടിട്ടുണ്ടോ? കോളറ കോളറ വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യും, അനിമൽസിലൂടെ. ഈ മോസ്കിറ്റോസ് എല്ലാം ഫ്ലൈസിലൂടെ സ്പ്രെഡ് ചെയ്യും. കേട്ടിട്ടില്ലല്ലോ? കോളറ അങ്ങനെ വരും കേട്ടോ. നമ്മള് ഫ്ലൈസിലൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കേട്ടിട്ടുണ്ടോ ഫ്രഞ്ച് ഫീവർ? കേട്ടാ, ഞാനേ PDF മാറ്റി ഷെയർ ചെയ്യാവേ. മിനിറ്റ്. ഒരു മിനിറ്റ്. ഫ്രഞ്ച് ഫീവറിനെ കുറിച്ചിട്ട് പറയാം. നമ്മളധികം കേൾക്കാത്ത ഒരു അസുഖമാണ്. കാണാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ PDF മാറ്റി ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫ്രഞ്ച് ഫീവർ സ്പ്രെഡ് ചെയ്യുന്ന ആ ജീവിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ജീവി? അറിയോ? ബോഡി ലൂസ് അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ജീവി തന്നെയല്ലേ. ചെള്ളുപനി മലയാളത്തിൽ പറയും. കാണാൻ പറ്റുന്നില്ല, കാണുന്നില്ല. ആരും ഷെയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമ്പയർസേ. മേ ബി PDF കാരണം ഇപ്പൊ പോയോ? ഓക്കെ കേട്ടാ. അതെ, ചിലപ്പോ ഇങ്ങനെ PDF ഷെയർ ചെയ്യുമ്പോഴേ ചില സമയത്ത് ചെറിയ ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്ത് നോക്കാം. നമ്മള് ഇതൊരു ഇൻഫെക്ഷൻ ഇപ്പൊ കാണാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോ ഞാൻ ഓക്കെ, നമുക്ക് ഫ്രഞ്ച് ഫീവറിനെ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാവേ. ടൈം വേഗം പോകുന്നില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, നോക്കിക്കഴിഞ്ഞപ്പോ ടൈമായി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫ്രഞ്ച് ഫീവർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മള് അതിന് വേണ്ട ടൈം പോയി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാവരും ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് ആരും പറയില്ല. മ്യൂട്ട് ആണെന്ന് തോന്നുന്നല്ലേ ഞാൻ നേരത്തെ. സോറി ട്ടാ, മ്യൂട്ട് ആയ കാര്യം ഞാൻ തന്നെ മറന്നുപോയി. അപ്പോ സൈൻ ഔട്ട് ആരെങ്കിലും പറയാൻ പ്രിപ്പയർഡ് ആണോ?
നോട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലെക്ചർ നോട്ട് എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. Okay. Respected teacher and my dear classmates, on behalf of our team, I would like to express my sincere gratitude to our teacher, Aparna ma'am, for giving us this opportunity, guiding us throughout. And ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാം. ഇന്ന് നമ്മൾ എടുത്തത് കണ്ടിജിയസ് ആൻഡ് ഇൻഫെക്റ്റഡ് ഡിസീസസിനെ കുറിച്ചിട്ടാണ്. അതിൽ കണ്ടിജിയസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ വൺ പേഴ്സൺ ടു അതർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ കണ്ടിജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫെക്റ്റസ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ഫുഡ്, എയർ, വാട്ടർ അങ്ങനെ പുറത്തുള്ളതിൽ നിന്ന് വരുന്നു. ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ പാക്കിംഗ് ആയി പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അനിമൽ ത്രൂ നമുക്ക് ആനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സിലൂടെ നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ കൊതു അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റ് ഡോഗ്സിലൂടെയോ ആനിമൽസിലൂടെയോ ഒക്കെ വരുന്ന ഡിസീസസ്. താങ്ക് യു. ഞാൻ പെട്ടെന്ന് റെഡി ആയതുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, miss. Okay, thank you, ma'am. Thank you, ma'am. Thank you, ma'am.